ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ കഴിഞ്ഞ ജെഇ ഫസ്റ്റ് സെഷനിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. സോ സെഷൻ 1 ജെഇ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി കടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, 22 ജാനുവരി ഷിഫ്റ്റ് 1-ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ലാന്തനോയിഡ് അയോൺസ് വിത്ത് 4f7 കോൺഫിഗറേഷൻ ആർ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് അയോൺസ് തന്നിട്ടുണ്ട്. ഇവിടെ 4f7 കോൺഫിഗറേഷൻ ഉള്ളത് ആരാന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 4f7 ആണെങ്കിൽ നമുക്ക് ആദ്യം ലാന്തനോയിഡ്സ് ആരൊക്കെയാണെന്ന് അറിയണം അല്ലേ? ആരൊക്കെയാണ് ലാന്തനോയിഡ്സ്? ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറിയം, ഓക്കെ, സീറിയം, പ്രസോഡിമിയം, നിയോഡിമിയം, പ്രോമെത്തിയം, സമേരിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഇങ്ങനെ പോവും. ഓക്കെ, ടെർബിയം ഇവിടെ ഇപ്പോൾ എല്ലാവരും ആയില്ലേ, നമ്മുടെ എലമെൻറ്റ്സ് ഒക്കെ ആയില്ലേ. യൂറോപ്യം ഉണ്ട്, ഗഡോലിനിയ ഉണ്ട്, പിന്നെ ടെർബിയ ഉണ്ട്, സമേരിയ ഉണ്ട്. ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഈ എലമെൻസിൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ എല്ലായിടത്തും ഇവിടെയൊക്കെ നമുക്കറിയാം ഗഡോലിനിയം 4f7 വരിക. ഗഡോലിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f7, പിന്നെ 5d1, 6s2 എന്ന് വരിക. അപ്പോൾ ഗഡോലിനിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് ഗഡോലിനിയം 3+ ആവും. ഗഡോലിനിയം 3+ൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ വരിക? 4f7 വരിക. അപ്പോൾ ഒരു ലാന്തനോയിഡ് അയോൺ ആണ് 4f7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ലാന്തനോയിഡ് അയോൺ ആണ് ആര്? ഗഡോലിനിയം 3+. സിമിലർലി യൂറോപ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4f7 6s2 ആണ്. അപ്പോൾ യൂറോപ്യം 2+ ആണെങ്കിൽ, സപ്പോസ് ഇത് യൂറോപ്യം 2+ ആണെങ്കിൽ അത് നടക്കും. എങ്ങനെ നടക്കും? യൂറോപ്യൻ 2+ എന്ന് പറയുമ്പോൾ എസ്സിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതും എഗെയിൻ 4f7 ആയിരിക്കും. അപ്പോൾ യൂറോപ്യൻ 2+ഉം ഗഡോലിനിയം 3+ഉം. നേരെ മറിച്ച് യൂറോപ്യൻ 3+ ആണെങ്കിൽ ഇത് 4f6 ആണ് വരിക. അപ്പോൾ അതെന്തില്ല, പോസിബിൾ അല്ല. അപ്പോൾ യൂറോപ്യൻ 3+ പോസിബിൾ അല്ല. ഈവൻ ടെർബിയൻ 3+ ആണെങ്കിൽ നമുക്കറിയാം ടെർബിയത്തിൽ നിന്ന് 4 ഇലക്ട്രോൺ പോകുമ്പോഴാണ് 4f7 ആവുക. കാരണം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെർബിയം 4+ ആണെങ്കിൽ നടന്നേനെ, പക്ഷേ ടെർബിയം 3+ എന്തായാലും നടക്കൂല. ഈവൻ സമേരിയം 2+ൻ്റെ കേസിൽ യൂറോപ്യം 2+ 4f7 ആണെങ്കിൽ സമേരിയം 2+ എന്തായാലും 4f7 ആയിരിക്കൂല. അത് സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? 4f6 ആയിരിക്കും. അപ്പോൾ അതും ആൻസർ വരില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ A and B is the right answer. Option 3 is the right one. Okay അല്ലേ? Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Jan 22 ഷിഫ്റ്റ് 2-ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിയോബിയം ആൻഡ് റുത്തീനിയം have x and y number of electron in their respective 4d orbitals. The value of x plus y is എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് 4d ഓർബിറ്റൽ ആണെങ്കിൽ ഇവർ 4d സീരീസ് എലമെൻറ്റാ. ആരൊക്കെയാണ് 4d സീരീസ് എലമെൻറ്റ്? ഇട്രിയം, സിർക്കോണിയം, നിയോബിയം, ദെൻ മോളിബിഡിനം, ടെക്നീഷ്യം, റുത്തീനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. 10 എലമെൻ്റ് ആയില്ലേ? 2, 4, 6, 8, 10. ഓക്കെ, ഇതാണ് നമ്മുടെ എലമെൻറ്റ്സ്. ആൻഡ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത് 4d1 6s2 ആണെന്ന്. ദെൻ ഇവിടെ എത്രയാണ്? 4d2 6s2, 4d2 6s2, സോറി 4d2 5s2 ആണ്, സോറി 5s2. ഓക്കെ, ഇത് 4d അഗെയിൻ 4d3 5s2 ഇങ്ങനെ നമ്മൾ വിചാരിക്കാം. പക്ഷേ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇതാണ് 4d സീരീസ് എലമെൻറ്റ്സ്, ഇട്രിയം മുതൽ കാഡ്മിയം വരെയുള്ള എലമെൻറ്റ്സ്. ഇവിടെ നോക്ക്, ഇത് 4d1 5s2 ആണ്, 4d2 5s2 ആണ്. ബട്ട് നിയോബിയം ഓൺവേർഡ്സ് അങ്ങോട്ട് ഒട്ടുമിക്ക എലമെൻസിലും എസ്സിന്ന് ഡിയിലോട്ട് ഒരു ഇലക്ട്രോണിൻ്റെ എന്തുണ്ട്? എക്സൈറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് എല്ലായിടത്തും ഈവൻ പലേഡിയത്തിൽ 2 ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സുഖമായിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതല്ല വരിക? 4d3 5s2 അല്ല വരിക. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺ. കറക്റ്റ് അല്ലേ? ദെൻ ഇനി അഗെയിൻ 5s1 4d5, 5s1 4d6, 5s1 4d7, 5s1 4d8, then 5s0 പലേഡിയത്തിൻ്റെ കേസിൽ 0 ആണ് വരിക.
ഈവൻ 4d10 വരും, ദെൻ 4d10 5s1, ദെൻ 5s2 4d10. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ആൻഡ് നമ്മളുടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിയോബിയാണ്. സോ നമ്മളുടെ ഒരു എലമെൻറ്റ് നിയോബിയാണ്. അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുത്തീനിയാണ്. ആൻഡ് നിയോബിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ 4Dയിൽ എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 4 ഇലക്ട്രോൺ. എസ് ഓണോ? സോ 4 ഇലക്ട്രോൺ. ഇനി റുത്തീനിയത്തിൻ്റെ 4Dയിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 7 ഇലക്ട്രോൺ. 4 + 7 എത്ര വരിക? 11. സോ ദ ആൻസർ ഈസ് 11. ഓക്കെ, 11 ഈസ് ദ റൈറ്റ് ആൻസർ. 11 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജാൻ 23 ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് ഏതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് എന്ത് ചെയ്യാം നോക്കാം. ദെൻ the question is the correct set of ions aqueous solution with the same color from the following is. ഓക്കെ, അപ്പോൾ ഇവിടെ 3 അയോൺസ് തന്നിട്ടുണ്ട്. ഓരോരോ ഓപ്ഷനിലും 3 അയോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 3 അയോൺസും ഒരേ കളർ കാണിക്കണം. അപ്പോൾ നമ്മൾക്കറിയാം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഡി ബ്ലോക്കിൽ വൺ ഓഫ് ദ നമ്മൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, പഠിച്ചിരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വല്ല കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവരും കളറ് വേണമെന്നില്ല. നമുക്കൊരൊറ്റ ഐഡിയ ഉണ്ട്. അതായത് 4D ഓർബിറ്റൽ ഒക്യുപ്പൈഡ് ആണെങ്കിൽ, അതായത് ഇവിടെ സ്വാഭാവികമായിട്ടും ഇവൻ 4D0 4D10 ആണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കളർലെസ് ആണ് അല്ലേ? ഇനി 4D1 മുതൽ 10 വരെ ആണെങ്കിൽ പ്രോബബിളി അക്വസ് സൊല്യൂഷൻ അവരെന്തായിരിക്കും? കളേർഡ് ആയിരിക്കും ഡ്യൂ ടു DD ട്രാൻസിഷൻ. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം സ്കാൻഡിയം 3+, ആരാ സ്കാൻഡിയം 3+? സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഗറേഷൻ 4D അല്ല കേട്ടോ, ഇത് 4D തന്നെ ആവണമെന്നില്ല. ഇറ്റ് ഈസ് ND. ഓക്കെ, 4D ഇപ്പോൾ ഇവിടുന്ന് കടന്നു വന്നേ. ഇറ്റ് ഈസ് ND. ഓക്കെ, ദെൻ ഇത് ND1 to 10. അപ്പോൾ ഇവിടെ നമുക്കറിയാം സിംപ്ലി ഇത്രയേ ഉള്ളൂ, N-1D. ഓക്കെ ഓക്കെ, D0 D10 ആണെങ്കിൽ കളർലെസ്, D1 to 10 ആണെങ്കിൽ കളേർഡ്. സ്കാൻഡിയം 3+ൻ്റെ കേസിൽ നമുക്കറിയാം ഇറ്റ് ഇസ് 3D0 ആണെങ്കിൽ ഇവരെന്താണ്? കളർലെസ് ആണ്. ബട്ട് ടൈറ്റാനിയം 3+ കളേർഡ് ആണ്. ഈവൻ ടൈറ്റാനിയം 2+ ആണെങ്കിലും 3+ ആണെങ്കിലും ഇവർ പേർപ്പിൾ കളേർഡ് ആണ്. അപ്പം തന്നെ ഈ ആൻസർ തെറ്റി. കാരണം എല്ലാവരും ഒരേ കളർ കാണിക്കണം. ആൻഡ് ഈവൻ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിങ്ക് 2+ ഉണ്ട്. ആൻഡ് സിങ്ക് 2+ ഈസ് അഗെയിൻ 3D10 4S0. സോ 3D10 ആണെങ്കിലും അവരും എന്താണ്? കളർലെസ് ആണ്. സോ ആൻഡ് അയൺ 3+, Fe വനേഡിയം 3+ ഒക്കെ കളേർഡ് ആണ്. അയൺ 3+ൻ്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. അപ്പോൾ ഇതും നമ്മളുടെ ആൻസർ ആയിട്ട് വരില്ല. ദെൻ അഗെയിൻ ബാക്കി ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാനിയം 4+ ഉണ്ട് ഇവിടെ. ടൈറ്റാനിയം 4+, എന്താ ടൈറ്റാനിയം 4+ൻ്റെ പ്രത്യേകത? ടൈറ്റാനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D2, സ്കാൻഡിയം ടൈറ്റാനിയം 3D2 4S2 ആണ്. അവിടുന്ന് 4 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ again D0 ആണെങ്കിൽ again എന്താണ്? കളർലെസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. വനേഡിയം 2+, ക്രോമിയം 3+, ആൻഡ് മാംഗനീസ് 3+. ഇവരുടെ 3 ആൾക്കാരുടെയും കളർ സെയിം ആയിരിക്കും. ഇനി അത് കറക്റ്റ് ആണോ നോക്കാൻ നമുക്ക് NCERTയിലെ കളർ എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്ക് ഒന്ന് പോയി നോക്കാം. വെയിറ്റ്, കളർ നോക്കോ. സ്കാൻഡിയം 3+ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കളർലെസ് ആണ്. ഇറ്റ് ഈസ് കളർലെസ്. ദെൻ സിങ്ക് 2+ കളർലെസ് ആണ്. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 3 ആൾക്കാർ വനേഡിയം 2+, ക്രോമിയം 3+, മാംഗനീസ് 3+. സോ മാംഗനീസ് 3+ൻ്റെ കളർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വയലറ്റ്. ദെൻ വനേഡിയം 2+ൻ്റെ കളർ അഗെയിൻ എന്താണ്? വയലറ്റ്. പിന്നെ ആരായിരുന്നു? അപ്പോൾ 2 ആൾക്കാരായി, വനേഡിയം 2+, മാംഗനീസ് 3+. ഇവർ 2 പേരും വയലറ്റ് ആയിരുന്നു. ദെൻ ക്രോമിയം 3+, അഗെയിൻ എന്താണ്? വയലറ്റ്. കണ്ടോ? അപ്പോൾ മാംഗനീസ് 3+, ക്രോമിയം 3+, വനേഡിയം 2+, ഇത്ര ആൾക്കാർ ഒരേ കളർ കാണിക്കുന്ന ആൾക്കാരാണ് വയലറ്റ്. അപ്പോൾ നമുക്കത് അറിയില്ലെങ്കിലും ഈ ക്വസ്റ്റൻ്റെ ആൻസർ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് അടക്കാം. ക്വസ്റ്റൻ നമ്പർ 4. സോ ജാൻ 23 ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റൻ ആണ്. കൺസിഡറിങ് ദ ഫോളോയിങ് റിയാക്ഷൻ. സോ നമ്മുടെ കയ്യിൽ ഡൈക്രോമേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. അവിടേക്ക് ഞാൻ ബേസ് ആഡ് ചെയ്യുന്നു. അന്നേരം നമുക്ക് എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ദെൻ എയിലോട്ട് ഞാൻ ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് B കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും
എയും ബിയും എന്താണ്? സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. അത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിക്ക് അല്ലെങ്കിൽ Cr2O7 2- നിങ്ങൾ ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവൻ ബേസിക് മീഡിയത്തിൽ തീരെ സ്റ്റേബിൾ അല്ല. ദെൻ ബേസിക് മീഡിയത്തിൽ ഇവൻ എന്തായിട്ട് മാറും? CrO4 2- ആയിട്ട് മാറും, ക്രോമേറ്റ് ആയിട്ട് മാറും. സിമിലർലി ക്രോമേറ്റിക്ക് നിങ്ങൾ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് മാറും? ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. അപ്പൊ ശ്രദ്ധിച്ചോ, ക്രോമേറ്റ് അത് പ്രിപ്പറേഷനിലുള്ളതാണ്. നമുക്കറിയാം നമ്മൾ ക്രോമേറ്റ് ഓറിലോട്ട് നമ്മൾ ക്രോമേറ്റ് ഓർന്ന് നേരെ ക്രോമേറ്റ് ഉണ്ടാക്കും, അതായത് CO4 2- ഉണ്ടാക്കും. CO4 2- നമ്മൾ H+ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈക്രോമേറ്റിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് പ്രിപ്പറേഷനിലേ ഉള്ളതാണ്. അതായത് ക്രോമേറ്റിക്ക് നമ്മൾ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈക്രോമേറ്റ് കിട്ടും, ആൻഡ് ഡൈക്രോമേറ്റിക്ക് നമ്മൾ ബേസ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തിരിച്ച് ക്രോമേറ്റ് കിട്ടും. അപ്പൊ ഇവിടെ ഉള്ളത് ഡൈക്രോമേറ്റ് ആണ്. ബേസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ എ? അപ്പം എ CrO4 2-, എ CrO4 2- ആണ്. ആൻഡ് ബി ആരായിരിക്കും? ഇവിടെ കണ്ടോ, ഈ CrO4 2- ഞാൻ വീണ്ടും ആസിഡ് ഒഴിച്ചു, അപ്പം നമുക്ക് എന്ത് കിട്ടും? Cr2O7 2- കിട്ടും. ആൻഡ് എല്ലാം പൊട്ടാഷ്യം ആണ്. അപ്പോൾ ഇവിടെ K2CrO4 ഓക്കെ, K2CrO4 and K2Cr2O7. Option 3 is the right answer. It's very simple. ഒരു പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രോപ്പർട്ടീസ് വൈസ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ആൻഡ് മാച്ച് ദ ഫോളോയിങ് ആണ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഒരുപാട് അലോയ്സ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് അലോയ്സ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്, ചില ആൾക്കാർ നമുക്ക് അറിയാത്തതും ഉണ്ടാകാം, കുഴപ്പമില്ല. സോ ആരാണ് ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിന്റെ കൂടെ ആരാ ഉണ്ടാവുക എന്നറിയോ? ടിന്നാണ് ഉണ്ടാവുക. ടിന്നും കോപ്പറും തമ്മിലുള്ള അലോയ് ആണ് ആര്? ബ്രോൺസ്. അപ്പൊ ഏൻ്റെ ആൻസർ 4. ഓക്കെ. ദെൻ ഇനി അടുത്തത് ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറും സിങ്കും, അതായത് ബീൻ്റെ ആൻസർ 3. അപ്പൊ ഏൻ്റെ ആൻസർ 4, ബീൻ്റെ ആൻസർ 3. ഓക്കെ, 2 is the right answer. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ നമുക്കത് ബ്രാസും ബ്രോൺസും അറിഞ്ഞാൽ തന്നെ ആൻസർ ആയി. ഇനി ബാക്കി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ D2 ആണ്. അയേൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. നമുക്കറിയാം സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേൺ പ്ലസ് കാർബൺ എന്തായാലും അവിടെ ഉണ്ടാവും. ഇവിടെ ക്രോമിയം, നിക്കലും പണി കഴിഞ്ഞു. ഇനി അടുത്തത് UK സിൽവർ കോയിൻ. അത് നമ്മൾ പ്രോപ്പർട്ടീസ് വൈസ് പറയുമ്പോൾ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, അതായത് കോപ്പറൊക്കെ നമ്മൾ കോയിൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കോപ്പർ ആൻഡ് നിക്കൽ, UK സിൽവർ കോയിൻ. അപ്പോൾ അതിൻ്റെ ആൻസർ 1 വരും. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഫ്രം MnO2 ഇൻവോൾവ്സ് 2-step പ്രോസസ് ഇൻ വിച്ച് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ റിയാക്ഷൻ വിത്ത് KOH ആൻഡ് KNO3. എടാ എവിടുന്നാണ് നമ്മൾ ഉണ്ടാക്കുക? പൈറോലൂസൈറ്റ് എന്നാണ് നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. ആരാ പൈറോലൂസൈറ്റ്? അതാണ് നമ്മൾ ഈ പറഞ്ഞ MnO2. ദെൻ MnO2 നമ്മൾ ആരുടെ ട്രീറ്റ് ചെയ്യും? KOHന്റെ ട്രീറ്റ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് KNO3. ഓക്കെ. ദെൻ അന്നേരം നമുക്ക് 3 പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് മെയിൻലി. ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MnO4 2- ആണ്. ദെൻ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MnO4 2- കൂടെ അല്ലേ? അതന്നെയല്ലേ ചോദ്യം. 2-step പ്രോസസ് ഇൻ വിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എ റിയാക്ഷൻ വിത്ത് KOH ആൻഡ് KNO3 ടു പ്രൊഡ്യൂസ് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ MnO4- ഉണ്ടാവുന്നുണ്ട്, പ്ലസ് ആരുണ്ടാവും? പ്ലസ് H2 ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസറിൽ MnO4- ആണെങ്കിൽ ദിസ് ഇസ് K2MnO4 ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ K2MnO4. ഇനി ഈ K2MnO4 അതായത് MnO4 2- നമ്മൾ ആസിഡ് ഒഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് അഗെയിൻ MnO4- പ്ലസ് MnO2 പ്ലസ് H2O ഇങ്ങനത്തെ റിയാക്ഷൻ കിട്ടുക അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രിപ്പറേഷൻ ഓഫ് ഏത് KMnO4. ഓക്കെ, വെയിറ്റ്. Yes, this is the preparation strategy. കണ്ടോ, MnO2 പ്ലസ് KOH ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ പറയുന്ന KNO3 എടുക്കാം. കണ്ടോ, അത് ഇവിടെ ഉണ്ട്. കണ്ടോ, KOH പ്ലസ് KNO3 MnO4 2- കിട്ടും. then MnO4 2- നമ്മൾ ആസിഡ് ഒഴിക്കുമ്പോൾ നമുക്ക് MnO4- കിട്ടും. ഓക്കെ. then so the answer is option 4, K2MnO4. then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. which of the following ion is the strongest oxidizing agent? ശ്രദ്ധിക്കുക, സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്? ആരാ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ. സോ ആരാണ് ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുക? ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് എന്ത് സംഭവിക്കണം? റിഡക്ഷൻ സംഭവിക്കണം. സോ ഇതൊക്കെ ആരാടാ? യൂറോപ്യ ആവട്ടെ, ലുട്ടീഷ്യ ആവട്ടെ, ഈവൻ ടെർബിയം ആൻഡ് സീറിയം ആർ
ലാന്തനോയിഡ്സ്. യെസ് ആണോ? അപ്പോൾ സീറിയം ഓൺവേർഡ്സ് ഇവരെല്ലാവരും ലാന്തനോയിഡ്സ് ആണ്. സോ ലാന്തനോയിഡ്സിൻ്റെ ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +3. സോ അപ്പോൾ ഇവിടെ +3യിലുള്ള ആൾക്കാർക്കൊന്നും കാര്യമായിട്ട് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ +3ന്ന് വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ദെൻ ആർക്കാ റിഡക്ഷൻ ഉണ്ടാവുക? +3നെക്കാളും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവന് സ്വാഭാവികമായിട്ടൊരു ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആൾക്ക് +3 വരാൻ, വിച്ച് മീൻസ് റിഡക്ഷൻ ടെൻഡൻസി ഭയങ്കര ഹൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈ പറയുന്ന ടെർബിയം ഇവിടെ 4+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുണ്ട്. ടെർബിയം 4+, ടെർബിയം 3+ ആകുന്ന സമയത്ത് നടക്കുന്നത് റിഡക്ഷൻ ആണ്, വിച്ച് മീൻസ് ടെർബിയം 4+ ഈസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. ദാറ്റ്സ് വൈ ടെർബിയം 4+ ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ we want to move the next question. So the next question is question number 8, 24th January shift 2 ന്റെ question ആണ്. Find the compound A from the following reaction sequence. A gives B, then B gives a yellow precipitate. ആ yellow precipitate കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് KNO2 plus KNO2 or NH4OH in presence of ACOH ആണ്. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് നമുക്കിവിടെ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് തന്നെ തുടങ്ങാം. ഇത് കൊബാൾട്ടിൻ്റെ സൾഫൈഡ് ആണ്, സിങ്ക് സൾഫൈഡ്, നിക്കൽ സൾഫൈഡ്, മാംഗനീസ് സൾഫൈഡ്. ആദ്യം അക്വാറീജിയ എന്താണ്? അക്വാറീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ സൾഫൈഡിനെ, ഒരു മെറ്റലിനെ ഓർ മെറ്റൽ സൾഫൈഡിനെ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ് ആര്? അക്വാറീജിയ. അക്വാറീജിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3:1% HCl, 3:1 റേഷ്യോ ഓഫ് HCl ആൻഡ് HNO3 സൊല്യൂഷനെയാണ് നമ്മൾ അക്വാറീജിയ എന്ന് വിളിക്കുക. ഈ അക്വാറീജിയയിൽ ആക്ച്വലി ഈ പറയുന്നതിൽ നിക്കൽ സൾഫൈഡോ മാംഗനീസോ സിങ്ക് സൾഫൈഡോ ശരിക്കും എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. ഇവിടെ ഡിസോൾവ് ചെയ്യുന്ന ഏക ആൾ കൊബാൾട്ട് സൾഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ COSനെ അക്വാറീജിയക്ക് എടുത്തു കഴിഞ്ഞാൽ, അക്വാറീജിയയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ എന്തായിട്ട് മാറുടാ? കൊബാൾട്ട് 2+, കൊബാൾട്ട് ക്ലോറൈഡ് ആയിട്ടാണ് മാറുക. നമുക്ക് തൽക്കാലം കൊബാൾട്ട് 2+ എടുക്കാം. ഈ കൊബാൾട്ട് 2+ലോട്ട് നമ്മളിവിടെ KNO2, ആരെ KNO2? ഇറ്റ് ഈസ് NO2- ആൻഡ് അഗെയിൻ NH4+, ദെൻ ACOH. ഇത്ര ആൾക്കാർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CO2+ NO2- ആണെങ്കിൽ തന്നെ അവനൊരു കൊബാൾട്ട് 2+ൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കും, NO2 6 2+ എന്ന് പറഞ്ഞ കോംപ്ലക്സ്. ഓക്കെ, NO2- അല്ലേ, അപ്പോൾ NO2- ആകുമ്പോൾ 3+. ഓക്കെ, ഇവിടെ ഓക്സിഡേഷൻ നടക്കും കൊബാൾട്ടിന്, അപ്പോൾ ഇവിടെ 3+ ഉണ്ടാവും. ദെൻ ഈ കൊബാൾട്ട് NO2 6 3+ അഗെയിൻ NH4+ൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, NH4+ൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുക. ആദ്യം NH4+ൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുക, എന്നിട്ട് കൊബാൾട്ട്. ഓക്കെ, ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആരെ പറയാൻ പറ്റും? CO NH4 അല്ല, NH3 അമോണിയ, NH3 6 2+ പറയാം. ദെൻ ഇവൻ എന്തായിട്ട് മാറും? ഈ പറയുന്ന CONO2 6 ആയിട്ട് മാറും. ആൻഡ് ദിസ് വൺ ഈസ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ബട്ട് നമുക്ക് ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്ത് അറിഞ്ഞാൽ മതി? ഈ പറയുന്ന അക്വാറീജിയൽ ആര് ഡിസോൾവ് ചെയ്യുന്ന അറിഞ്ഞാൽ മതി. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അപ്പോൾ അതൊരു എന്താ പറയുക, ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് വന്നാണ് നമ്മളുടെ ലബോറട്ടറി സ്കില്ലും കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് അടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആർ carried out by both dichromate and permanganate in acidic medium? That is important. ഏത് മീഡിയമാണ്? അസിഡിക് മീഡിയം. സോ ഇവിടെ നമുക്ക് ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഡൈക്രോമേറ്റ് കാണിക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഡൈക്രോമേറ്റിന് അസിഡിക് മീഡിയത്തിൽ Cr2O7 2- അസിഡിക് മീഡിയത്തിൽ ആക്ച്വലി ഇവൻ എന്തായിട്ട് മാറും? ക്രോമിയം 3+ ആയിട്ട് മാറും. അന്നേരം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇവൻ I-നെ, എ എന്ന് പറഞ്ഞാൽ I-നെ ഓഫ് കോഴ്സ് ഇവൻ I2 ആക്കി മാറ്റും. ആൻഡ് സൾഫൈഡിനെ S2- ഇവൻ എന്താക്കി മാറ്റും? സൾഫർ ആക്കി മാറ്റും. ആൻഡ് Fe2+ ഓഫ് കോഴ്സ് Fe3+ ആക്കി മാറ്റും. ഇതൊക്കെ നടക്കുന്ന റിയാക്ഷനാണ്. Fe3+ ആക്കി മാറ്റും. ആൻഡ് I-നെ IO3- ആക്കൂല, കാരണം I-നെ I2 ആക്കിയിട്ട് മാറ്റുക. IO3- ആവണമെങ്കിൽ ബേസിക് മീഡിയം വേണം. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ ഈവൻ ബേസിക് മീഡിയത്തിൽ KMnO4 ബേസിക് മീഡിയത്തിൽ മാത്രമേ D നടക്കുള്ളൂ. അപ്പോൾ D നമ്മളുടെ ഒരു ഓപ്ഷനിലും എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. D ഉണ്ടാവാനേ പാടില്ല. D ഇല്ലാത്ത ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. D ഇല്ലാത്ത ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് വേറെ കൂടി നോക്കാം. ഇത് S2O3 2- gives SO4 2- ആണ്. ഇത് ശരിക്ക് S2O3 2- gives SO4 2- ശരിക്കും എന്ത് ചെയ്യും? നടക്കും.
അതായത് നിങ്ങൾ S2O3 2- ഡൈക്രോമേറ്റും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് ക്രോമിയം 3+ SO4 2- കിട്ടും. പക്ഷേ ഇത് നമ്മൾ NCERT ഡയറക്ട്ലി പറയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, NCERT ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിങ് ആക്ഷൻ പറയുന്നുണ്ട്. അതിൽ ഇവൻ I- I2 ആക്കും എന്ന് പറയുന്നു. H2S എന്ന് പറഞ്ഞാൽ S2- അത് S ആക്കും, നമ്മുടെ ഓപ്ഷനിൽ അതുണ്ട്. SN2+ SN4+ ആക്കും, നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. Fe2+ Fe3+ ആക്കും. ഇത്ര കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ കൊടുത്തത് മാത്രമല്ല, ഇനി ഒരുപാട് റിയാക്ഷൻ ഉണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് എന്ത്, S2O3 2- 2 gives എന്താണ് SO4 2-. പക്ഷെ അത് നമ്മുടെ NCERT കൊടുത്തിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ പെർമാംഗനേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ MnO4- നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന്റെ കേസിൽ നമുക്കൊരു തീരുമാനമായിട്ടില്ല കേട്ടോ. പെർമാംഗനേറ്റും കൂടെ നോക്കണം. ദെൻ ഈ റിയാക്ഷൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അഗെയിൻ Mn2+, ഇവനും I- എന്താക്കി മാറ്റും, I2 ആക്കി മാറ്റും. S2- എന്താക്കി മാറ്റും, S ആക്കി മാറ്റും. Fe2+ എന്താക്കി മാറ്റും, Fe3+ ആക്കി മാറ്റും. ആൻഡ് ഈവൻ S2O3 2- എന്താക്കി മാറ്റും, SO4 2- ആക്കും. ഈ റിയാക്ഷനൊക്കെ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാൻ പറ്റും. നോക്കിക്കോ, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതാ കണ്ടോ, ഓക്സലൈറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും, Fe2+ Fe3+ ആക്കും, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കും, I- I2 ആക്കും. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ കണ്ട റിയാക്ഷനാണ്. ഇത് നമ്മുടെ ഓപ്ഷനിലുള്ളതാണ്, ഇത് നമ്മളുടെ ഓപ്ഷനിലുള്ളതാണ്. ദെൻ വേറെ ഉണ്ടോ? യെസ്, ഇൻ അസിഡിക് മീഡിയ കണ്ടോ, I- I2, Fe2+2 Fe3+, പിന്നെ ഓക്സലേറ്റ് വേണ്ട, സൾഫൈഡ് ടു സൾഫർ. ദെൻ SO3 2- SO4 2- കണ്ടോ. ദെൻ ഈ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, S2O3 2- റിയാക്ഷൻ SO4 2- എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ബേസിക് മീഡിയത്തിലാണ് NCERT കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആക്ച്വലി ആ റിയാക്ഷൻ എന്ത് ചെയ്യും, നടക്കൂല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് 1 2 3 4 ആണ് നമ്മുടെ ആൻസറിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിൽ എന്തായാലും D ഉണ്ടാവില്ല. ഡീൻ്റെ കാര്യം നമുക്ക് ഉറപ്പാണ്. അങ്ങനെ റിയാക്ഷൻ ബേസിക് മീഡിയത്തിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് D ഉള്ള ഓപ്ഷൻസ് ഒക്കെ അങ്ങ് സ്ട്രൈക്ക് ചെയ്യാം. D ഉള്ള ഓപ്ഷൻസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരേ വരുള്ളൂ, ഓപ്ഷൻ 4 A, B ആൻഡ് C ഓൺലി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അവിടെ എന്തായാലും ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ബേസിക് മീഡിയത്തിൽ ഈവൻ അസിഡിക് മീഡിയത്തിലാണെങ്കിലും ഡൈക്രോമേറ്റും പെർമാംഗനേറ്റും S2O3 2- ഇട്ട് റിയാക്ട് ചെയ്ത് SO4 2- തരും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 4 എന്ത് ചെയ്യാം, അവിടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. യെസ്, ദ നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10. സോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് Jan 28 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കൺസിഡർ N is the number of lone pair of electron present in the equatorial position of the most stable structure of ClF3. Okay, the ions from the following with the N number of unpaired electrons are A, B, C, D. Okay, options ആണ്. Choose the correct answer from the following. Okay, then guys just listen. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ വേണ്ടത് ClF3 കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കണം. ആരാ ClF3? സോ ClF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ബോണ്ട് പെയർ ഉണ്ട്. ദെൻ ക്ലോറിനിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ ആയിരുന്നു. 7 3 ബോണ്ട് പെയറിന് പോയി. ദെൻ റിമൈനിങ് 4 ഇലക്ട്രോൺസ്. സോ 4 ഇലക്ട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. യെസ് ആണോ? സോ അപ്പോൾ ഇവിടെ ദർ ഇസ് 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. സോ ദ സ്ട്രക്ചർ ഈസ് T shape. So chlorine in center. Then ഇത് ഫ്ലൂറിൻ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇക്വറ്റോറിയൽ ലോൺ പെയർസിന്റെ എണ്ണം N = നമുക്ക് എത്ര എടുക്കാം, 2 എന്ന് എടുക്കാം. N = 2. അപ്പോൾ നമ്പർ ഓഫ് ലോൺ പെയർസ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ ഈസ് ഈക്വൽ ടു 2 ഇൻ ദ മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ഓഫ് ClF3. Yes or no? And in this case the ions from the following with the N number of unpaired electron, അതായത് 2 unpaired electrons ഉള്ള ions ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 unpaired electrons. We want 2 unpaired electrons. അപ്പോൾ 2 unpaired electron എവിടെ വരുന്നതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് വനേഡിയം 3+. വനേഡിയം 3+ എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, വിച്ച് മീൻസ് 3d3 4s2. ദെൻ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്ത് വരും, 3d2 4s0 എന്ന് വരും. 3d2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് 2 unpaired electron വിതൗട്ട് ഡൗട്ട്. നമുക്ക് 1 2 ഇവിടെ 2 unpaired electron ആണുള്ളത്. N = 2. സോ അപ്പോൾ വനേഡിയം 3+ ഈസ് അവർ ആൻസർ. സോ നമ്മുടെ ആൻസറിൽ എന്തായാലും A വരും. അതുകൊണ്ട് ഞാൻ A അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്തു. ദെൻ ദ സെക്കൻഡ് വൺ ടൈറ്റാനിയം 3+. ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 3d2 4s2. ദെൻ 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3d1 4s0. സോ എങ്ങനെ പോയാലും ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. കാരണം ആകെ ഒരു ഇലക്ട്രോണേ
ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 1. സോ ടൈറ്റാനിയം നമ്മുടെ ആൻസറിൽ വരൂല, ബി നമ്മുടെ ആൻസറിൽ വരൂല, അല്ലെങ്കിലും ബി വരൂല നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ശരിക്കും ബി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ എനിവേ കോപ്പർ 2+, ഇറ്റ് ഈസ് 3d10 4s1 ആണ്. സോ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ദെൻ 3d9 4s0. 3d9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ വരില്ല. കാരണം 1 2 3 4 5 6 7 8 9 ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. സോ കോപ്പർ 2+ഉം നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, വരാൻ ചാൻസ് ഇല്ല. സോ നമ്മുടെ ആൻസറിൽ സി ഉണ്ടാവില്ല. അപ്പോൾ 1ഉം പോയി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. അതായത് നമ്മൾ ഡിക്കും ഇക്കും പോയാൽ തന്നെ നമ്മൾ 2 കൺക്ലൂഡ് ചെയ്തു എന്നർത്ഥം. 2 കൺക്ലൂഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിയും ഇയും കൂടി നോക്കാം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാടാ? നിക്കൽ 2+. പറഞ്ഞാൽ 3d8 4s2 ആണ്. സോ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 3d8 എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 ദർ ഇസ് 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ n ഈക്വൽ ടു 2. ആൻഡ് നിക്കൽ 2+ കഴിഞ്ഞാൽ അടുത്തത് ടൈറ്റാനിയം 2+ ആണ്. ടൈറ്റാനിയം 2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് 3d2 4s0. സോ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത്. 2 അൺപെയ്ഡ് ഇലക്ട്രോൺ 1 2. ഓക്കെ, n ഈക്വൽ ടു 2. സോ ആൻസർ കിട്ടി. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ദ ആംഫോട്ടറിക് ഓക്സൈഡ് V2O3, V2O4 and V2O5 upon reaction with alkali lead to the formation of an oxide anion. The oxidation state of vanadium in the oxide anion is എന്നാണ് ചോദ്യം. സോ ഇതിൽ ആരാണ് ആംഫോട്ടറിക്? ഇവിടെ വനേഡിയം +3ലാണ്, ഇവിടെ വനേഡിയം +4ലാണ്, ഇവിടെ വനേഡിയം +5ലാണ്. So who is amphoteric here? So V2O5, vanadium pentoxide is amphoteric. Vanadium pentoxide actually amphoteric ആണ്. And V2O4 basic ആണ്, V2O3 basic ആണ്. So നമ്മളുടെ ആൻസറിൽ ആരാണ് വരിക? ഇറ്റ് ഈസ് vanadium pentoxide. ഇനി ഇവന് ആസിഡ്, ഇവനൊരു എന്താണ് ആൽക്കലിനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ബേസ് റിയാക്ഷനിൽ ഒരിക്കലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറൂല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 +5 ഈസ് ദ റൈറ്റ് ആൻസർ. പക്ഷേ ഇത് ആരാണ് ഉണ്ടാക്കുക? ഒരു ആംഫോട്ടറിക് ചങ്ങായി, ഇവൻ ആംഫോട്ടറിക് ആണ്. ഈ ആംഫോട്ടറിക് ആൾ നമുക്കറിയാം ഇവൻ ആസിഡിനെറ്റോ ബേസിനെറ്റ് റിയാക്ട് ചെയ്യും. ദെൻ അപ്പോൺ റിയാക്ടിങ് വിത്ത് ആൽക്കലി ആണ് പറയുന്നത്. ഇവിടെ ആൽക്കലിനെറ്റാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കലിനെറ്റ് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇവൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഇവന് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ? ഇവൻ ആൽക്കലിനായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇവൻ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യണം. ഒരു ആസിഡുകൾ എപ്പോഴും ഉണ്ടാക്കുക ആനയോൺസ് ആണ്. ആനയോൺസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് VO4 3- ആയിരിക്കും. ഇവിടെ നോക്കിയൊക്കെ നിങ്ങൾ 8 -8 അപ്പുറത്ത് പോകുമ്പോൾ +5 കണ്ടോ. ഇനി ഇവൻ എങ്ങാനും ആൽക്കലി അല്ല, ഇവൻ ആസിഡിനായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇവൻ എന്തായിട്ടാണ്? ഇവൻ ബേസ് ആയിട്ടാണ് അന്നേരം ആക്ട് ചെയ്യുക ആംഫോട്ടറിക് ആൾ. അപ്പോൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് പകരം എന്തുണ്ടാക്കൂടാ? നമ്മളുടെ കാറ്റയോൺ ഉണ്ടാക്കും. കാറ്റയോൺ ഇറ്റ് ഈസ് VO, ഐ തിങ്ക് ഇറ്റ് ഈസ് VO2+. ഓക്കെ, VO2+. നോക്കിക്കേ. അപ്പോൾ +1 ഇപ്പുറത്ത് പോകണം -4 +4. ഓക്കെ, ദെൻ ഇത് രണ്ടും ഉണ്ടാക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ദ ആംഫോട്ടറിക് ഓക്സൈഡ് among V2O3, V2O4, V2O5, that is V2O5 upon reaction with alkali lead to the formation of oxide anion. The oxidation state of vanadium in oxide anion, it is similarly +5. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ വലിയ ഐഡിയ ഒന്നും വേണ്ട. ഇതിൽ ആരാണ് ആംഫോട്ടറിക് എന്ന് അറിയണം. ആരാണ് ആംഫോട്ടറിക് എന്ന് അറിയാം, നേരെ നമ്മളുടെ എന്തിലേക്ക് പോവാം? ഈ പറയുന്ന കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കാം. നേരെ ആൻസർ കിട്ടി. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. Jan 28 Shift 2ന്റെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ഇനോർഗാനിക് സൾഫൈഡ് ദാറ്റ് ആർ യെല്ലോ ഇൻ കളർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇനോർഗാനിക് സൾഫൈഡ്സ് ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇത് പ്രാക്ടിക്കൽ കെമിസ്ട്രി, നമ്മുടെ ലബോറട്ടറി കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ D&Fന്റെ കൂടെ നമ്മൾ പറയുന്നത് മാത്രം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമോണിയം സൾഫൈഡ് ഉണ്ട്, ലെഡ് സൾഫൈഡ്, കോപ്പർ, ആർസനിക്കിന്റെ സൾഫൈഡുകൾ. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടെ അമോണിയം സൾഫൈഡ് ആക്ച്വലി കളർലെസ് ആണ്. ഇവൻ കളർലെസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ആൻസറിൽ വരൂല. നമ്മളുടെ ആൻസറിൽ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മുടെ ആൻസറിൽ വരാൻ ചാൻസ് ഇല്ല. ഇനി അടുത്തത് PBS ആണ്, ലെഡ് സൾഫൈഡ് ആണ്. ലെഡ് സൾഫൈഡ് നമുക്കറിയാം ഇവൻ ബ്ലാക്ക് കളറാണ്. ലെഡ് സൾഫൈഡ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മളുടെ ആൻസറിൽ വരൂല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 2 ആണ്. ദെൻ അപ്പോൾ എന്തായാലും B ഉണ്ടാവില്ല, കാരണം D and E ഓൺലി ആണ്. ഇനി കോപ്പർ സൾഫൈഡിൻ്റെ കേസിലും ഇവനും എന്താണ്? ബ്ലാക്ക് കളേർഡ് ആണ്. കോപ്പർ സൾഫൈഡ് ആക്ച്വലി ബ്ലാക്ക് കളേർഡ് ആണ്. ആൻഡ് ആർസനിക്കിൻ്റെ സൾഫൈഡുകൾ ശരിക്കും ഏതാണ്? ഈ പറയുന്ന നമ്മളുടെ ബ്ലൂ അല്ല, യെല്ലോ കളർ.
ആർസനിക് AS2S5 ആണെങ്കിലും AS2S3 ആണെങ്കിലും ബ്ലൂ കളേർഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലെഡ് സൾഫൈഡ് ഭയങ്കര ഫെമിലിയർ ആണ്. ഈവൻ അതേപോലെ തന്നെ കോപ്പർ സൾഫൈഡും ഫെമിലിയർ ആണ് ബ്ലാക്ക്. അപ്പോൾ ബിയും സിയും എന്തായാലും ആൻസറിൽ വരൂല, ഓർ എ വരൂല, ബിക്കോസ് അമോണിയം സൾഫൈഡ് ഈസ് ഓൾസോ കളർലെസ് ആണ്. അപ്പോൾ ആൻസർ കിട്ടി, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 13. 28 Jan shift 2 question ആണ്. The spin only magnetic moment mu values of the compound with the strongest oxidizing power among Mn2O3 TiO VO is എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആരാണ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് നമുക്കറിയണം. സോ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് പവർ ഉള്ള ആൾക്കാർ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +3 ആൻഡ് ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +2 ആൻഡ് വനേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +2 അഗെയിൻ +2 ആണ്. ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എന്ത് നടക്കണം, റിഡക്ഷൻ നടക്കണം. എസ് ആണോ? ഓക്സിഡൈസിങ് പവർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്ത് നടക്കണം, റിഡക്ഷൻ നടക്കണം. ഇവിടെ നമുക്കറിയാം ടൈറ്റാനിയത്തിൻ്റെ ഇവിടെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെങ്കിൽ ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ടൈറ്റാനിയം +4 ആണ്. അപ്പോൾ ഇത് റിഡക്ഷൻ അല്ല, ഇത് ഓക്സിഡേഷൻ ആണ്. അതായത് TiOൻ്റെ ഓക്സിഡൈസിങ് പവർ ഭയങ്കര കുറവാണ് എന്നർത്ഥം. സിമിലർലി വിയോൻ്റെ കേസിൽ അവൻ +5 പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അതും ഓക്സിഡേഷൻ ആണ്. പക്ഷേ മാംഗനീസ് +3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗനീസിൻ്റെ വൺ ഓഫ് ദ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് 2+ കെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ +3 to 2+ മാംഗനീസിന് നന്നായിട്ട് റിഡക്ഷൻ നടക്കും. നന്നായിട്ട് റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ Mn3+ ആണ് വരിക അല്ലേ, Mn3+. Mn2O3 ആണ് ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. അങ്ങനെയാണെങ്കിൽ Mn3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 3d4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 3d4. 1 2 3 4. സോ n = 4. n 4 ആണെങ്കിൽ ഹിയർ ദ mu = n into n+2. Root of n into n+2 എന്ന് പറഞ്ഞാൽ 4 into 4 + 2 6. Okay, √24 is the right answer. So it is approximately it is 4.94 വരിക. നിയറസ്റ്റ് ഇൻറ്റീജർ ഏതാ വരിക, 5 വരിക. സോ ദ ആൻസർ ഈസ് 5. ഓക്കെ, അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റീജർ 5 കിട്ടി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ മോളാർ മാസ് ഓഫ് വാട്ടർ ഇൻസോലുബിൾ പ്രൊഡക്റ്റ് ഫോംഡ് ഫ്രം ദ ഫ്യൂഷൻ ഓഫ് ക്രോമേറ്റ് ഓർ വിത്ത് Na2CO3 ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. എടാ നമ്മളുടെ ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ക്രോമേറ്റോർ. ആരാ ക്രോമേറ്റോർ? FeCr2O4 ആരായിട്ട് ട്രീറ്റ് ചെയ്യും, Na2CO3 ട്രീറ്റ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ദെൻ നമുക്കിവിടെ കിട്ടുക ആദ്യം ക്രോമേറ്റ് കിട്ടും, CrO4 - ഓക്കെ. ദെൻ പ്ലസ് എന്ത് കിട്ടും എന്നറിയോ, Fe2O3 കിട്ടും. പ്ലസ് എന്ത് കിട്ടും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്, സോറി യെസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഈ റിയാക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും, ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഡൈക്രോമേറ്റ് കണ്ടോ, ക്രോമേറ്റ് ഓർ പ്ലസ് Na2CO3 പ്ലസ് O2 Na2CrO4 Fe2O3 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ഇതിൽ നമുക്ക് കിട്ടുന്ന ഈ ക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു യെല്ലോ കളേർഡ് ഹൈലി സോല്യൂബിൾ ആയിട്ടുള്ളൊരു സോൾട്ടാണ്. ഓക്കെ, ആര്, ക്രോമേറ്റ്. ഇനി ഇത് പെർട്ടിക്കുലർലി ആരായിരിക്കും, സോഡിയം ക്രോമേറ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ Na2CO3 തന്നെ എഴുതാം. ഓക്കെ, സോറി, നമുക്ക് വേണമെങ്കിൽ Na2CO3 തന്നെ എഴുതാം. ഇറ്റ് ഈസ് Na2CR3 അല്ല, Na2CrO4. ഓക്കെ, ഞാൻ ഇനിയുള്ളത് Fe2O3 ആണ്. Fe2O3 ആക്ച്വലി സോല്യൂബിൾ ആണ്. ആക്ച്വലി അത് സോല്യൂബിൾ ആണെന്നല്ല, അത് പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ ഇത് ഇൻസോല്യൂബിൾ ആണ്. ആൻഡ് ഇത് ഗ്യാസ് ആണ്, അത് സ്വാഭാവികമായിട്ടും പോയി. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോളാർ മാസ് ഓഫ് വാട്ടർ ഇൻസോലുബിൾ പ്രോഡക്റ്റ്. ഇവൻ വാട്ടർ സോലുബിളും ഇവൻ വാട്ടർ ഇൻസോലുബിൾ ആണ്. അപ്പോൾ മോളാർ മാസ് ഓഫ് ഏതാ വേണ്ടത്, നമുക്ക് Fe2O3 വേണ്ടത്. Fe2O3ൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കേസിൽ അത് എത്രയാണ്, 56 ആണ്. അപ്പോൾ 56 × 2 എന്ന് പറഞ്ഞാൽ 112 പ്ലസ് 3 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ 10 6 160 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ നമുക്ക് യെസ്, സോ ദാറ്റ്സ് ഓൾ. സോ D&Fൽ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് വീണ്ടും അടുത്തൊരു ചാപ്റ്ററായിട്ട് കണ്ടുകൂട്ടാം. അതുവരെ ബൈ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബിക്കോസ് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മളുടെ JEE സെഷൻ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രിപ്പറേഷൻസ്. സോ താങ്ക് യു.